എഴുതാം. x2 is equal to c minus d2a into x1 plus a d1 d2 plus b d2 minus c d1 minus d multiplied by lambda 1. So equation number 1 and then lambda 2 is equal to minus a x1 plus a d1 plus b lambda 1. This is equation number 2. So ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ. നമ്മൾ കൺസിഡർ ചെയ്ത സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ വരിക. ആൻഡ് സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് ദി ഇമേജ് പ്ലെയിൻ ആണ്. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. സോ നമ്മുടെ എയിം ഇസ് ടു ഡിറ്റർമിൻ ദി പൊസിഷൻ ഓഫ് ദി ഇമേജ് പ്ലെയിൻ. സോ when the object is a point size and lying on the axis, the image is also a point lying on the axis. So നമുക്ക് image plane condition അങ്ങനൊരു situation വെച്ചിട്ട് കിട്ടും. So ഇതാണ് നമ്മുടെ ഫിഗർ ഉണ്ടായിരുന്നത്. സോ ഇത് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസിനെ d1 എന്നും ഇമേജിന്റെ ഡിസ്റ്റൻസിനെ d2 എന്നും. സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ആയിട്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഏതാണോ റിഫ്രാക്റ്റിംഗ് സർഫസ് ഇമേജിന്റെ ഡിസ്റ്റൻസ് d2 ആയിട്ട് കൺസിഡർ ചെയ്തു. അതിൽ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് x1 ആണ്. ആൻഡ് ഇവിടെ ഉള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് x1 ഡാഷ് ആയിരിക്കും. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് x2 ഡാഷ് ആണ്. ദെൻ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് x2 ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്ത കണ്ടീഷൻ ഇങ്ങനെയാണ്. Suppose the object is a point-sized object and is lying on the axis. The image is also a point lying on the axis. നമ്മൾ image plane consider ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ x1 ഈ ഒരു പോയിന്റ്, ഇതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇതിന് ഹൈറ്റ് ഇല്ല. അതായത് x1 is equal to 0 ആണ്. സോ ഈ ഒരു പോയിന്റ് ഇവിടെ എത്തുന്നുണ്ടായിരിക്കും x1 equal to 0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലൈങ് ഓൺ ദി ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജിലും ഈ ഒരു ഹൈറ്റ് x2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഓൾസോ എ പോയിന്റ് സൈസ്. ദാറ്റ് വിൽ ബി ഓൾസോ ഇൻ എ പോയിന്റ്. ഇറ്റ് വിൽ ബി ലൈങ് ഓൺ ദി ആക്സിസ്. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we get the equation, the first equation as when x1 is equal to 0, x2 equal to 0 ആവും. So equation number 1 ൽ നിന്ന് x2 equal to 0 പറയുമ്പോൾ 0. Then ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതായത് a d1 d2 plus b d2 minus c d1 minus d of lambda 1 is equal to 0 എന്ന് വരും. സോ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും. സോ എന്താണ് ഈ ലാംഡ 1 എന്ന് പറയുന്ന വാല്യൂ എന്താവില്ല, ഈക്വൽ ടു 0 ആവില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0. സോ ഈ ഒരു ലാംഡ 1 ഈക്വൽ ടു 0 ആവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കണം, ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേം ആയിരിക്കണം ഈക്വൽ ടു 0 ആവേണ്ടത്. ദാറ്റ് ഇസ് a d1 d2 plus b d2 minus c d1 minus c is equal to 0 ആയിരിക്കണം. That is, this is the condition for the image plane. So now the system matrix for image plane can be written as നമുക്ക് equation എന്താണ് ഈ ഒരു ഭാഗം equal to 0 ആണ്. So നമ്മുടെ image plane condition അനുസരിച്ച് നമ്മുടെ system matrix മാറും. So ഇതാണ് system matrix for the image plane. So image plane the system matrix എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് x2 is equal to
minus a d2 of x1 എന്ന് എഴുതാം. സോ ഇതിൽ x1 x2 നോട്ട് ഈക്വൽ ടു 0 ആണെന്നാണ് ഇങ്ങനെ എനിക്കൊരു കണ്ടീഷൻ വരുന്നുണ്ടായിരിക്കുക. സോ ഇതിൽ x2 ഡിവൈഡഡ് ബൈ x1 എന്ന് എടുത്തു കഴിഞ്ഞാൽ c മൈനസ് a d2 എന്ന് വരും. സോ ഈ x2 ഡിവൈഡഡ് ബൈ x1, ഈ x2 എന്ന് വെച്ചാൽ എന്താ, ഈ ഇമേജിന്റെ ഹൈറ്റ് ആൻഡ് x1 ഇസ് ദി ഒബ്ജക്റ്റ് ഹൈറ്റ്. ഡിഫറൻസ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ദി മാഗ്നിഫിക്കേഷൻ. സോ m is equal to c minus d2 എന്ന് കിട്ടും അല്ല. ഈ ഒരു ഇക്വേഷൻ സിസ്റ്റം അപ്പം എന്ത് എഴുതാം? ഈ ഒരു c മൈനസ് a d2 എന്നുള്ളതിനെ നമുക്ക് m എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ്, സിസ്റ്റം മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു 1. സോ ഈ ഒരു സിസ്റ്റം മെട്രിക്സിന്റെ എന്ത് തന്നെ ആയിരിക്കണം? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1 തന്നെ ആയിരിക്കണം. സോ നമുക്ക് ഡിറ്റർമിനന്റ് കാണുന്നുണ്ടെങ്കിൽ c മൈനസ് a d2 0 മൈനസ് a d1 പ്ലസ് b. ഡിറ്റർമിനന്റ് പിടിക്കുമ്പോൾ വരും c മൈനസ് a d2 into a d1 plus b then minus 0 എന്ന് വരും, and that is equal to 1 എന്ന് വരും. So a d1 plus b is equal to 1 by c minus a d2. So c minus a d2 എന്താണെന്ന് പറഞ്ഞു? മാഗ്നിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. സോ 1 by m. സോ a d1 plus b നെ എന്തായിട്ട് എഴുതാം? 1 by m എന്ന് എഴുതാം. സോ നമുക്ക് ഹോൾ സിസ്റ്റം മെട്രിക്സ് ഫോർ ദി ഇമേജ് പ്ലെയിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാന്ന് കിട്ടി? x2 λ2 is equal to ഈ c മൈനസ് a d2 നെ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് c മൈനസ് d2 എന്താണ്? x2 by x1 ആണ്, and that denotes the magnification. So m 0 minus a and a d1 plus b എന്നുള്ളത് 1 by m എന്ന് ഡിനോട്ട് ചെയ്യും, multiplied by x1 lambda. So in terms of magnification of the system matrix for image plane is given by x2 λ2 is equal to m0 minus a 1 by m multiplied by x1 λ1. Our next topic is system matrix for thick lengths. സോ നമുക്ക് സിസ്റ്റം മെട്രിക്സിൽ ഒരു തിക്ക് ലെങ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന് സിസ്റ്റം മെട്രിക്സ് എന്തായിരിക്കും നോക്കാം. സോ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് ഇതാണ്, ഒരു തിക്ക് ലെങ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് t bounded by two curved surfaces and refractive index mu with respect to the air. So ഇതിൽ r1 ആണ് ഫസ്റ്റത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് r2 ആണ് സെക്കൻഡത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ OA എന്ന് പറയുന്ന റേ ആണ് ഇൻസിഡന്റ് റേ. ഓപ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക്, അതായത് ഒപ്റ്റിക് ലെൻസിലേക്ക് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ദെൻ അവിടുന്ന് MB എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എമേർജ് ചെയ്തിട്ട് I എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. സോ x1 λ1 is the coordinates at point A and x2 λ2 is the coordinates at point B. So on a ray propagating through a thick lens, first it undergoes a refraction at A and translation between A and B, and finally refraction at B. സോ ഇവിടെ ഒ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും ദെൻ ഇതിൻ്റെ ഇടയിലൊരു ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ട് BI എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. സോ ഇൻ ബിറ്റ്വീൻ ദി തിൻ ലെൻസസ് ഈ ഒരു പോയിന്റിൽ A എന്ന് പറയുന്ന പോയിന്റിൽ ഒരു റിഫ്രാക്ഷൻ, ദെൻ ഫോളോഡ് ബൈ എ ട്രാൻസ്ലേഷൻ, ദെൻ എ സെക്കൻഡ് റിഫ്രാക്ഷൻ. ഇതാണ് നടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടൈപ്പ്, ഒരു റിഫ്രാക്ഷൻ ദെൻ ഒരു ട്രാൻസ്ലേഷൻ ദെൻ ഒരു റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം മെട്രിക്സ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ എടുത്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സിമ്പിൾ വേയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുന്നേ നമ്മൾ എങ്ങനെയാണോ സിസ്റ്റം മെട്രിക്സ് നോർമലി നമ്മൾ ഫസ്റ്റ് ടൈം എങ്ങനെയാണോ ഡിറൈവ് ചെയ്തത് അതുപോലെ തന്നെ ഈ കേസിലും തിക്ക് ലെൻസിൻ്റെ കേസിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ മുന്നേ ചെയ്തിരിക്കുന്ന ആ സിസ്റ്റം മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ. x2 λ2 is equal to system matrix multiplied by x1 λ1. സോ ആ സിസ്റ്റം മെട്രിക്സ് നമ്മൾ ഓൾറെഡി
നമ്മുടെ കേസിൽ ഒരു നോർമൽ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച സിസ്റ്റം മെട്രിക്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് തിക്ക് ലെൻസിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ ഡി എന്ന് പറയുന്നത് ആ ലെൻസിന്റെ ഇടയിൽ ആ ലൈറ്റ് റേ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ഡി എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിന് തിക്നെസ് ആണ്. ഒരു തിക്ക് ലെൻസിന്റെ കേസ് എടുക്കുമ്പോൾ തിക്നെസ് ആണ്. ഞാൻ അതുകൊണ്ട് ഡിനെ സ്മോൾ ലെറ്റർ ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ദെൻ അവിടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ മ്യൂ2 ആയിരുന്നു എടുത്തിട്ടായിരുന്നു. അത് കാരണമാണ് സിസ്റ്റം മെട്രിക്സിൽ എന്ത് വന്നത് മ്യൂ2 എന്ന് പറയുന്ന ടേം ഉണ്ട്. പക്ഷെ ഇവിടെ കേസിൽ നമ്മൾ എടുക്കുന്ന തിക്ക് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ മ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഈ സിസ്റ്റം മെട്രിക്സിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ ടേംസ് ഒക്കെ ഒന്ന് മാറാൻ മാത്രമേ ഉള്ളൂ. സിസ്റ്റം മെട്രിക്സ് S is equal to 1 minus ടിക്ക് പകരം എന്തുവാണ് സ്മോൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി P1 then T by mu2 then last third element minus of P1 plus P2 minus T P1 P2 divided by mu. So very mu ആണ് mu. The last element 1 minus T P2 by mu. So ഇതായിരിക്കും തിക്ക് ലെൻസിന്റെ കേസിലുള്ള സിസ്റ്റം മെട്രിക്സ്.